ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്ന് നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ കണ്ടാലോ? നല്ലൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇന്ന് പോയത്. നമ്മുടെ സ്മാർട്ട് ബസാർ പാലക്കാട് പോയി കുറച്ച് വീട്ടിലേക്ക് വേണ്ട ഗ്രോസറീസും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വാങ്ങി വന്നു. നല്ല മഴയിൽ ഫുള്ള് നനഞ്ഞിട്ട് സാധനങ്ങളും ബാഗും ഒക്കെ നനഞ്ഞിട്ടാണ് ഞാൻ വീടെത്തിയത്. നമുക്കിതിന് മന്ത്ലി ഷോപ്പിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു ഷോപ്പിംഗ്, വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ട് വാങ്ങിയിട്ടാണ് വന്നത്. മെയിൻലി ഓയില്, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള കുറച്ച് പഞ്ചസാര, വല്യുള്ളി, തക്കാളി, കുറച്ച് ബിസ്ക്കറ്റ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു നമ്മളിന്ന് പർച്ചേസ് ചെയ്തത്. നിങ്ങളെല്ലാവരും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണോ പോവാറ്? ഞാനിന്ന് പോകുമ്പോൾ ലിസ്റ്റൊന്നും തയ്യാറാക്കിയില്ല. ധൃതി പിടിച്ചിട്ടുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ വിട്ടുപോയി. മെയിനായിട്ട് ഉഴുന്ന് വാങ്ങാനാണ് ഞാൻ ഇന്ന് പോയത്, പക്ഷേ അത് മറന്നുപോയി. അതുപോലെ മക്കൾക്കൊരു ഡേറ്റ് സിറപ്പ് വാങ്ങണം വിചാരിച്ചു, അതും മറന്നുപോയി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ് ചെയ്തു ഞാനിന്ന്. എഗെയിൻ വീണ്ടും പോകേണ്ടി വരും. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ സ്കൂൾ ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാലക്കാട് ജില്ല. ഇന്ന് മഴ കുറവ്, ഇന്ന് സ്കൂൾ ലീവായി. ഇന്നലെ മൂത്ത കുട്ടി സ്കൂളിൽ പോയ സമയത്ത് രണ്ടാമത്തെ കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയത്. പിന്നെ ഈ കാണുന്ന വിം ജെല്ലിന് നല്ലൊരു ഓഫറായിരുന്നു കിട്ടിയത്. ഒരു 60 റുപ്പീസോളം സേവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്വീറ്റ് കോണൊക്കെ 14 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ അവിടെ. പിന്നെ സ്പ്രൗട്ട്സ് ഉണ്ടല്ലോ, സ്പ്രൗട്ട്സിനൊക്കെ 25 റുപ്പീസിനൊക്കെ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടലയും ചെറുപയറും അങ്ങനെയുള്ള മുതിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നു. പിന്നെ മഷ്റൂമിന് ഓഫർ ഉണ്ടായിരുന്നു, 50 റുപ്പീസ്, 49 സംതിങ്. പിന്നെ മെയിൻലി ഞാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മല്ലിത്തലയും പുതിനയും എപ്പോഴും റെഗുലറായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് കുറച്ച് റാഗി വാങ്ങിച്ചിരുന്നു, അതായി കാണുന്നത്. ചെറിയ കുട്ടിയാണ്, 7 മന്ത് പ്രായം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നും ബാഗ് എക്സ്ട്രാ ഒന്ന് കൈവയ്ക്കണം വിചാരിക്കും, എപ്പോഴും മറന്നു പോകും. ക്യാരി ബാഗ് 25 റുപ്പീസ് കൊടുത്ത് വാങ്ങുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. ഇന്നലെ പക്ഷെ ഞാനത് ഓർമ്മയോട് കൂടിയിട്ട് എടുത്തു വെച്ചു. എല്ലാം നനഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. ബസ് ഇറങ്ങി മാങ്കുറിശ്ശി ബസ് സ്റ്റോപ്പിലിറങ്ങി കുറേ സ്നാക്സൊക്കെ മക്കൾക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഡെയിലി സ്നാക്സ് ബോക്സിൽ ഞാൻ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ്സ് തന്നെയാണ് കൊടുത്തു വിടാറ്. ബേക്കറി